കണ്ടിന്യൂ. എന്ത്? ഫോൺ കട്ടാക്കി. തന്ത്രജ്ഞൻ ആരുമായിട്ടായിരുന്നു സംസാരം? ആരായിരുന്നാലും നമ്മുടെ ശത്രുവാ. ഞാൻ ആരോട് സംസാരിച്ചാലും നിങ്ങൾക്കെന്താ? ശരത്ത് മോൻ ഇങ്ങനെ ചെറിയാതെ. ശരത്ത് മോനെ, വേറൊരു കാര്യം ചോദിച്ചോട്ടെ. അല്ല അച്ഛാ. മോനെ, അച്ഛനെ ജയിലിലാക്കിയതിന് പിന്നിലേ ഓന്റെ പങ്കെന്നതാ? എന്റെ പങ്കും കഥയാണോ, തിരക്കഥയാണോ, സംഭാഷണമാണോ, അതോ സംവിധാനം ഉൾപ്പെടെ എല്ലാമാണോ? ബാലചന്ദ്ര മേനോനെ സംഘട്ടനം. അച്ഛൻ വന്നു കയറിയ പാടെ നിങ്ങൾ ചുമ്മാ കുത്തിത്തിരിപ്പോണ്ട് വന്നേക്കല്ലേ. എന്റെ അച്ഛ മനസാ വാചാ കർമ്മണ ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാ. അല്ലെങ്കിൽ തന്നെ അച്ഛനെ ജയിലിലാക്കിയിട്ട് എനിക്കെന്ത് കിട്ടാന്? അയ്യോ, ഒരു സുഖം, ഒരു മനസുഖം. അച്ഛനെ കെണിപ്പെടുത്തിയത് ആ പരുന്ത് ഇരുട്ടും ചേർന്ന. അച്ഛൻ എന്നോട് ചോദിച്ച ചോദ്യം ഡോക്ടർ നിരഞ്ജനോടാ ചോദിക്കേണ്ടത്. എന്തായിരുന്നു റോളെന്ന്. എന്നെ ജയിലിലാക്കിയിട്ടേ ഡോക്ടർ നിരഞ്ജന എന്ത് കിട്ടാനാ പോനെ? ഒരു സുഖം, ഒരു മനസുഖം. എന്തായാലും നടേശന്റെ പങ്കാളികളെയെല്ലാം ഞങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. എന്റെ പൊന്നച്ഛ, അച്ഛൻ ചുമ്മാ കല്ലേ കടിച്ച് പല്ല് കളയരുത്. നടേശനൊക്കെ ഉരുക്കാണച്ച. ഉരുക്കു മനുഷ്യനെയും ഉരുക്കു മനുഷ്യന്റെ മകൾ ഉരുക്കു വനിതയും എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ശരത്ത് മോനെ, ഏതുരുക്കും മഴയത്ത് കിടന്ന തുരുമ്പ് പിടിക്കും. മോനും കൂടെ ഓർത്തോ. വാ മോളെ. ഞങ്ങൾ സത്യമാ സാറേ പറയുന്നത്. ആ തങ്കച്ചിയുടെയും പട്ടേരിയുടെയും കൂടെ സ്വാമി കളിച്ച് ചിരിച്ച് നിൽക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. അതെ, തങ്കച്ചി മേടവും പട്ടേരിയും നിൽക്കുന്നിടത്തേക്ക് ഞാൻ വരാമെന്ന് ഞങ്ങളുടെ തൊട്ടടുത്ത് നിന്ന സ്വാമി ഫോൺ ചെയ്ത് പറഞ്ഞത്. പക്ഷേ ഞങ്ങളെ കണ്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പതിയെ ഒന്ന് പിന്നാലെ കൂടാമെന്ന് വിചാരിച്ചത്. എത്ര നേരം ഉണ്ടായിരുന്നു അവരുടെ കൂടിക്കാഴ്ച? അത് കുറേ സമയം ഉണ്ടായിരുന്നു. ഞങ്ങൾ ദൂരെ മാറി നിന്നാണ് ശ്രദ്ധിച്ചത്. നേരത്തെ ഒരുപാട് പരിചയമുള്ളവരെ പോലെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. സാറും മേഡവും ഇപ്പൊ പറയുന്ന അവസ്ഥ വെച്ചാണെങ്കിൽ ജയശങ്കർ സാറിന് വേണ്ടി അവരുടെ മുമ്പിൽ പോയി കൈയും കെട്ടി തലയും കുനിച്ച് നിൽക്കേണ്ട ആളല്ലേ സ്വാമി? അതെ, ഞാൻ ആദ്യം മുതലേ പറഞ്ഞില്ലേ, നമ്മൾ അറിയാത്ത എന്തോ ഒരു ഹിഡൻ കണക്ഷൻ സ്വാമിക്ക് തങ്കച്ചിയും പട്ടേരിയുമായി ഉണ്ടെന്ന്. സ്വാമിയാണല്ലോ തങ്കച്ചിയുടെ ധനസഹായത്തിന്റെ ഓഫറുമായിട്ട് ഇങ്ങോട്ട് വന്നത്. എന്ത് പറഞ്ഞാലും ഡാഡിയുടെ തലേ കയറത്തില്ല. അതെ, നമ്മൾ ഇപ്പൊ ഈ കാര്യം പറഞ്ഞാൽ സ്വാമി അവരോട് സൗഹൃദത്തിൽ സംസാരിച്ചാൽ എന്താ തെറ്റെന്ന് ചോദിക്കും. നമുക്ക് വേണ്ടി അല്ലേന്നും പറയും. എന്തായാലും നിങ്ങൾ കണ്ടെത്തിയത് ഒരു വലിയ കാര്യം തന്നെയാ. ബാക്കി എന്ത് വേണമെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. എനിക്ക് വിശാലിനെ ഒന്ന് കാണണം. വിശാലിന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. നീ ഒരു ടാക്സി വിളിച്ചു വെക്കും. എന്നാ പിന്നെ സാറേ ഞങ്ങൾ നീങ്ങിക്കോട്ടെ. ശരി. എന്തായാലും സ്വാമിയുടെ മീതി ഒരു കണ്ണ് വെച്ചു. ഇതുപോലത്തെ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ എന്നെ അപ്പൊ തന്നെ വിളിക്കണം. ശരി ശരി സാർ. അപ്പൊ ദേവികമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം അല്ലേ? പിന്നല്ലാതെ ഇവളിങ്ങനെ പൊരനിറഞ്ഞു നിന്നാൽ എങ്ങനെയാ? അമ്മേ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സീലിംഗ് അങ്ങ് പൊളിച്ചു കളയാം. അപ്പൊ മുകളിലോട്ട് വളർന്നോളും. പൊരനിറഞ്ഞ് നിൽക്കുമല്ലേ. എന്തെങ്കിലും കാര്യമായിട്ട് പറയുമ്പോ മനോഹരേട്ട മര്യാദയ്ക്കൊന്ന് മറുപടി പറ. എന്ത് മര്യാദക്കുള്ള മറുപടിയാടി ഞാൻ പറയണ്ടേ? ദേവിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണോ? ദേവികമ്മയുടെ കാര്യത്തിൽ ഒരൊറ്റ തീരുമാനമുള്ളൂ. സിദ്ധാർത്ഥനുമായിട്ടുള്ള വിവാഹം. ദേവികമോൾ എന്ന് അതിന് പൂർണ്ണമായിട്ട് സമ്മതിക്കുന്നോ
അതിന്റെ അടുത്ത നിമിഷം ആ ചടങ്ങ് നടക്കും. അതിന് ഇവക്ക് കല്യാണത്തിന് താല്പര്യമില്ലെന്നല്ലേ പറയുന്നത്? പഠനച്ചിറകുകൾ വീശി ഇങ്ങനെ പറഞ്ഞു നടക്കാനല്ലേ അവക്ക് താല്പര്യം? എന്റെ അമ്മയുടെ ഈ വിഷം തുപ്പുന്ന നാക്കേ ദേവികമ്മയുടെ നേരേക്ക് ചുഴറ്റി എറിഞ്ഞേക്കരുത്. ഒന്നുകിൽ ആരെങ്കിലും ദേവിക കല്യാണം കഴിച്ചു പോട്ടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിക്ക് കയറട്ടെ. അല്ലാതെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ എന്ത് പ്രശ്നം അമ്മ ഉണ്ടാക്കിയത്? എന്റെ മോള് മിണ്ടാതിരിക്കേ. പിച്ചും പേയും പറയുന്നവരോട് മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. പിച്ചും പേയും ഒന്നും അല്ല, കാര്യമാ. ഇപ്പൊ തന്നെ മനോഹരേട്ടൻ ജയിലിൽ കിടന്നത് ആര് കാരണോ? നിന്റെ തന്ത കാരണം. കാര്യങ്ങൾ വളച്ചൊടിച്ച് സംസാരിച്ചാലുണ്ടല്ലോ ഓന്തക്കെട്ട് ഞാൻ തേമ്പ് വെച്ച് തരും. ഈ കുടുംബത്തിലേക്ക് വലിഞ്ഞു കയറി വന്ന വിഷജന്തുവും കൂടെ ചേർന്ന് എനിക്കൊരുക്കിയ കെണിയായിരുന്നടി എന്റെ ജയിൽവാസം. അതിനുള്ള മറുപടി കൂടിയാ എന്റെ ദേവികമോളും സിദ്ധുവും തമ്മിലുള്ള കല്യാണം. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ദേവിക ഈ വീട്ടിൽ നിന്നാ പ്രശ്നങ്ങളാ. ദേവിക തന്നെ പണ്ട് പറഞ്ഞതുപോലെ വല്ല വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ നോക്കാലോ. ദേവികയ്ക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ പലിശ സഹിതം കൊടുത്തേക്കാം. അമ്മയ്ക്ക് ഞാൻ തന്ന സ്നേഹത്തിന് എത്ര ശതമാനം പലിശ എനിക്ക് തരുമേ? വലിയൊരു ഐഡിയ അവിടെ വർക്കിംഗ് മെൻസ് ഹോസ്റ്റല്. കേട്ടും പാണ്ടും എടുത്തേ നിന്നെ വിടും അങ്ങോട്ട്. അമ്മയ്ക്കൊരു വൃദ്ധസദനം ഞാൻ സെറ്റ് ചെയ്തു തരാം. പത്തനാപുരം ഗാന്ധി ഭവൻ. അമ്മായിയമ്മ മരുമകളും കൂടെ സെറ്റ് ചേർന്ന് അംഗത്തിന് ഇറങ്ങിയിരിക്കുക. അമ്മേ, എന്താടാ നീ അങ്ങ് എത്താറായോ? ഇപ്പൊ എത്തുമേ. മഴയും റോഡിൽ വെള്ളക്കെട്ടും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഒന്ന് മഴ തോന്നിയിരിക്കുക. ശരി, കാര്യങ്ങൾ പാളിപ്പോവാതെ നോക്കണം. ഇല്ലെന്ന് പറഞ്ഞില്ലേ, ഞാൻ എല്ലാം വേണ്ട പോലെ ചെയ്തോളാം. അയാൾക്ക് കാശ് വല്ലതും കൊടുക്കണം. എന്തെങ്കിലും ഒന്ന് കയ്യിൽ ചുരുട്ടി വെച്ച് കൊടുത്തേക്ക്. പച്ചനോട്ടിന്റെ ചൂട് കൈ വരുമ്പോ കാര്യങ്ങൾ ഉഷാറാവും. ശരി, കൊടുത്തേക്കാം.